നമസ്കാരം. വിജ്ഞാന ചൂടാമണിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ രക്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രക്തദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ജൂൺ 14 അന്താരാഷ്ട്ര രക്തദാന ദിനം. ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനം. എന്താണ് രക്തം? ജീവനുള്ളവയിൽ മാത്രം കാണുന്നതും പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ രക്തധമനികളിലൂടെയും സൂക്ഷ്മ രക്തവാഹിനി കുഴലുകളിലൂടെയും ഒഴുകുന്ന ഒരു ദ്രാവകമാണ് രക്തം. പ്രാണവായു, വെള്ളം, ഭക്ഷണത്തിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങൾ എന്നിവയെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുകയും അവിടെ നിന്നും വിസർജ്യ വസ്തുക്കളെ നീക്കുന്നതുമാണ് അതിൻ്റെ പ്രധാന ധർമ്മം. ശരീര താപനില നിയന്ത്രിക്കുക, ശരീരരക്ഷ നടത്തുക, ഹോർമോണുകളെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുക എന്നിവയും രക്തത്തിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു. രക്തത്തിലെ ഘടകങ്ങൾ. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 5 മുതൽ 6 ലിറ്റർ വരെ രക്തമാണ് ഉണ്ടാവുക. ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. അരുണ രക്താണുക്കൾ അഥവാ എറിത്രോസൈറ്റ്സ്. ഹീമോഗ്ലോബിൻ്റെ സാന്നിധ്യം കൊണ്ട് ചുമന്ന നിറമുള്ള ഈ ഘടകം ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ വിവിധ ശരീരഭാഗങ്ങളിലെത്തിക്കുകയും കാർബൺ ഡയോക്സൈഡ് ശ്വാസകോശത്തിലെത്തിക്കുകയും ചെയ്യുന്നു. വെളുത്ത രക്താണുക്കൾ അഥവാ ലൂക്കോസൈറ്റ്സ്. പ്രതിരോധത്തിലൂടെ രോഗാണുക്കളെ ശരീരത്തിലെത്തി പ്രവർത്തിക്കുന്നതിൽ നിന്നും തടയുക എന്നതാണ് ധർമ്മം. ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ഈസിനോഫിൽ, ബേസോഫിൽ എന്നിവയാണ് ഘടകങ്ങൾ. പ്ലേറ്റ്ലെറ്റ്സ് അഥവാ ത്രോംബോസൈറ്റ്സ്. ചെറിയ കോശങ്ങളായ ഇവ മുറിവുകളിൽ നിന്നും രക്തസ്രാവം തടയുന്നതിനായി രക്തം കട്ടപിടിക്കുന്നതിനുള്ള മാധ്യമമായി പ്രവർത്തിക്കുന്നു. പ്ലാസ്മ. ജലം, ഇലക്ട്രോലൈറ്റുകൾ, ഹോർമോണുകൾ, പ്രോട്ടീനുകൾ, വിവിധ പോഷകങ്ങൾ എന്നിവയടങ്ങിയ രക്തത്തിൻ്റെ 55% വരുന്ന ദ്രവരൂപത്തിലുള്ള പ്ലാസ്മ മറ്റെല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നു. രക്തഗ്രൂപ്പുകൾ. സുരക്ഷിതമായ രക്തദാനത്തിനും സ്വീകരണത്തിനും രക്തത്തിൻ്റെ ഗ്രൂപ്പ് നിർണയം അത്യന്താപേക്ഷിതമാണ്. കോൾ ലാൻസ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞനാണ് രക്തഗ്രൂപ്പ് നിർണയത്തിൻ്റെ ഉപജ്ഞാതാവ്. ചുവന്ന രക്താണുക്കളിൽ നിശ്ചിത ആൻറ്റിജനുകളുടെയും ആൻറ്റിബോഡികളുടെയും സാന്നിധ്യത്തെയും അസാന്നിധ്യത്തെയും ആധാരമാക്കിയുള്ള രക്തഗ്രൂപ്പ് നിർണയ രീതിയാണ് നിലവിൽ ഏറ്റവുമധികം പ്രാബല്യത്തിലുള്ളത്. എ, ബി, ഒ ഗ്രൂപ്പുകളും RH ഘടകവുമാണ് ഈ ഗ്രൂപ്പ് നിർണയത്തിന് ആധാരം. ചുവന്ന രക്താണുക്കളിൽ എ ആൻറ്റിജൻ ഉള്ള രക്തം എ ഗ്രൂപ്പും ബി ആൻറ്റിജൻ ഉള്ള രക്തം ബി ഗ്രൂപ്പും ഇവ രണ്ടുമുള്ള രക്തം എ ബി ഗ്രൂപ്പും ഇവ രണ്ടുമില്ലാത്ത രക്തം ഒ ഗ്രൂപ്പും ആയി തരംതിരിച്ചിരിക്കുന്നു. ഡി ആൻറ്റിജൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ രക്തം RH പോസിറ്റീവ് എന്നും ഇല്ലെങ്കിൽ RH നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെ എ പോസിറ്റീവ് എ നെഗറ്റീവ്, ബി പോസിറ്റീവ് ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ്, എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ് എന്നീ 8 രക്തഗ്രൂപ്പുകളാണ് പ്രാബല്യത്തിലുള്ളത്. എ ബി ആൻറ്റിജനുകളുടെ അഭാവമുള്ള ഒ നെഗറ്റീവ് രക്തഗ്രൂപ്പ് സാർവത്രിക രക്തദാതാവും എ ബി പോസിറ്റീവ് രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവുമാണ്. രക്തദാനത്തിൻ്റെ ആവശ്യകത. നിത്യേനയുണ്ടാകുന്ന അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ശസ്ത്രക്രിയകൾ, രക്തസംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ ചികിത്സ, പൊള്ളൽ, അനീമിയ, ഡയാലിസിസ്, സങ്കീർണമായ ഗർഭകാലം, പ്രസവം എന്നീ സന്ദർഭങ്ങളിൽ ജീവൻ നിലനിർത്തുന്നതിന് രക്തം ആവശ്യമായി വരുന്നു. സന്നദ്ധ രക്തദാനം. ലോകത്തിലാകമാനം ഓരോ വർഷവും ഏകദേശം 60 മുതൽ 130 മില്യൺ ലിറ്റർ രക്തം ശേഖരിക്കപ്പെടുകയും 23 മില്യൺ ലിറ്റർ രക്തം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. രക്തം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ഒരു കാലപരിധിയുള്ളതിനാൽ ഇടവേളകളിൽ സന്നദ്ധ രക്തദാതാക്കളിൽ നിന്നും രക്തം സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പൂർണ്ണ മനസ്സോടെ നേരിട്ടോ അല്ലാതെയോ ഉള്ള ലാഭേച്ഛയില്ലാതെ സ്വമേധയാ നടത്തുന്നതാണ് സന്നദ്ധ രക്തദാനം. ഇതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. രക്തദാതാവിൻ്റെയും സ്വീകർത്താവിൻ്റെയും സുരക്ഷിതത്വം കണക്കിലെടുത്ത് താഴെ പറയുന്ന യോഗ്യതയുള്ളവരിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്നതാണ്. 18നും 65നും ഇടയിൽ പ്രായമുള്ളവർ, 50 കിലോഗ്രാമിൽ കുറയാത്ത ശരീരഭാരമുള്ളവർ, ശ്വാസകോശ രോഗങ്ങളും മറ്റുമില്ലാത്ത ആരോഗ്യവാന്മാർ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5 ഗ്രാം എങ്കിലുമുള്ളവർ, രക്തസമ്മർദ്ദവും ഗ്ലൂക്കോസിൻ്റെ അളവും നിയന്ത്രണ വിധേയമായവർ, ആർത്തവമില്ലാത്ത സമയത്തും മുലയൂട്ടാത്ത സമയത്തും ഗർഭഛിദ്രത്തിനു ശേഷം 6 മാസവും പ്രസവശേഷം 12 മാസവും കഴിഞ്ഞ സ്ത്രീകൾ, HIV, ഹെപ്പറ്റൈറ്റിസ് B, C രോഗബാധിതരല്ലാത്തവർ,
സ്ത്രീകൾക്ക് 120 ദിവസത്തിലൊരിക്കലും പുരുഷന്മാർക്ക് 90 ദിവസത്തിലൊരിക്കലും രക്തദാനം നടത്താവുന്നതാണ്. രക്തദാനം ചെയ്യാൻ പാടില്ലാത്തവർ: 6 മാസത്തിനുള്ളിൽ മലേറിയ രോഗം വന്നവർ, പ്രമേഹ രോഗികൾ, 2 വർഷത്തിനകം ക്ഷയരോഗം വന്നവർ, 1 വർഷത്തിനുള്ളിൽ ചിക്കൻ പോക്സ് വന്നവർ, 3 ആഴ്ചയ്ക്കുള്ളിൽ സ്മോൾ പോക്സ് വാക്സിനേഷൻ നടത്തിയവർ, പതിവിൽ കവിഞ്ഞ് ശരീരഭാരം കുറഞ്ഞവർ, രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവർ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, ഹൃദ്രോഗികൾ, അർബുദ രോഗികൾ, കരൾ വൃക്ക രോഗബാധിതർ, കുടൽ രോഗമുള്ളവർ, HIV, ഹെപ്പറ്റൈറ്റിസ് B, C, മറ്റു ഗുരുതര രോഗബാധിതർ. രക്തദാനത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രക്തദാനത്തിന് മുൻപ് സുഖമായി ഉറങ്ങി ശരീരത്തെ ഊർജ്ജസ്വലമാക്കി നിർത്തുക. സമീകൃത ആഹാരം കഴിച്ച് ആരോഗ്യവാനായിരിക്കുക. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുകയും നല്ല അളവിൽ വെള്ളം കുടിക്കുകയും ചെയ്യുക. രക്തദാനത്തിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 2 ദിവസം കഴിക്കാതിരിക്കുക. രക്തദാനത്തിന് സൗകര്യപ്രദമായ വസ്ത്രം ധരിക്കുക. മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി രക്തദാനത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രക്തദാനത്തിന് ശേഷം കുറച്ചു സമയം വിശ്രമിക്കുക. ബാൻഡേജ് 3-4 മണിക്കൂറിന് ശേഷം മാത്രം മാറ്റുക. മധുര പലഹാരങ്ങളോ പാനീയങ്ങളോ കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാതെ നോക്കുക. ആയാസകരമായ പ്രവൃത്തികൾ കുറച്ചു നേരത്തേക്ക് ഒഴിവാക്കുക. മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. രക്തദാനത്തിൻ്റെ ഗുണങ്ങൾ: ഹൃദയം, കരൾ, പാൻക്രിയാസ് എന്നിവയിൽ ഇരുമ്പിൻ്റെ അംശം അടിഞ്ഞുകൂടിയുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രക്തദാനം ദാതാവിനെ രക്ഷിക്കുന്നു. കൃത്യവും വിശദവുമായ പരിശോധനകൾക്ക് ശേഷം മാത്രം സ്വീകരിക്കുന്നു എന്നതിനാൽ രക്തത്തിലെ ന്യൂനതകളും രോഗങ്ങളും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാൻ രക്തദാനം സഹായിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ രക്തം ദാനം ചെയ്യുന്നതിലൂടെ പുതിയ രക്തകോശങ്ങൾ രൂപപ്പെടുകയും ശരീരം കൂടുതൽ ആരോഗ്യമുള്ളതും ഊർജ്ജസ്വലവുമാകുന്നു. ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ആയുസ് വർദ്ധിപ്പിക്കുന്നു. സർവോപരി മനുഷ്യജീവൻ രക്ഷിക്കുന്ന മഹത് കർമ്മത്തിൽ പങ്കാളിയാകാൻ അവസരം ലഭിക്കുന്നു. ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാകുക. അംഗീകൃത ബ്ലഡ് ബാങ്കുകളിൽ സുരക്ഷിതമായി രക്തം ദാനം ചെയ്യുക. രക്തദാനം മഹാദാനം, രക്തദാനം ജീവദാനം. ജയ് ഹിന്ദ്.